കുറച്ച് മത്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കണ്ടേ, എന്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിക്കാം. ഒരു ട്രെൻഡിങ് വീഡിയോ പോയിക്കൊണ്ടിരിക്കണ്ടേ ഇൻസ്റ്റഗ്രാമില് എണ്ണയൊക്കെ ഒഴിച്ചിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, മഞ്ഞപ്പൊടി കേട്ടോ, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ. ഇനി സ്റ്റവ് നമുക്ക് ഓൺ ചെയ്യാം, കാരണം പൊടികളൊക്കെ പടട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് പുളിവെള്ളം അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കരിവേപ്പില ആഡ് ചെയ്തിട്ട് മത്തി ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ആയതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് മറിച്ചിടാം. ഇങ്ങനെ ഓരോന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. നോക്കിയിട്ട് എനിക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയത്. അത്യാവശ്യം നന്നായി മൊരിഞ്ഞ്, മസാലയൊന്നുമില്ല, എൻ്റെ മസാല ഫുള്ള് മത്തിയിൽ പിടിച്ചു. അപ്പം ഇനി കഴിച്ച് നോക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പോകണം, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾ ടേസ്റ്റ് ചെയ്യും, നിങ്ങളല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞത്. സൂപ്പർ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്. സൂപ്പർ ആയിട്ട്. ഇപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങളുടെ ഈ അറ്റംപ്റ്റ് ഇസ് വെരി വെരി സക്സസ്ഫുൾ. ബൈ.